ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ മാറുന്ന ഭക്ഷണ ശൈലിയെക്കുറിച്ചും അതുപോലെ തന്നെ ആരോഗ്യവും സംസ്കാരമുള്ള കേരളത്തെക്കുറിച്ചുള്ള വ്ളോഗിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം എത്തിയിരിക്കുന്നത് ചെറിയൊരു നാടൻ ഭക്ഷണശാലയിലാണ്. അപ്പോൾ നല്ലൊരു വിലയിൽ നമുക്ക് നല്ലൊരു ആഹാരം കിട്ടുന്ന ഒരു സ്ഥലത്താണ് ആദ്യം നമ്മൾ എത്തിയിരിക്കുന്നത്. ആൻഡ് ഇവിടെ കിട്ടുന്ന ഭക്ഷണത്തെക്കുറിച്ചെല്ലാം നമുക്ക് ആദ്യം അന്വേഷിച്ച ശേഷം പുതിയ തലമുറയുടെ ചോയ്സിലോട്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കടയിലെ കാഴ്ചകളിലോട്ടും കടയിലെ ചേട്ടനെ ഒന്ന് കണ്ട് ചെറുതായിട്ടൊന്ന് സംസാരിക്കാം. നമ്മൾ ഈ ഭക്ഷണശാലയുടെ അകത്തെത്തിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇവിടുത്തെ ചേട്ടൻ ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ ചേട്ടാ, ഇവിടെ സാധാരണ ഏത് പ്രായക്കാരൊക്കെയാണ് ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വെച്ചാൽ? എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം ഇവിടുത്തെ താമസം 50 വർഷം അപ്പോൾ നമുക്കിവിടെ വിലക്കുറവിൽ നല്ല ഭക്ഷണം കൊടുക്കാം. എത്രയെന്ന് പറയാൻ പാടില്ല, ആവറേജ് വില വിലക്കുറവെന്ന് മാത്രമേ നടത്തില്ല. നല്ല സ്റ്റാൻഡേർഡ് ആയി സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സാധനം. അപ്പോൾ നമുക്കിവിടെ അടുത്ത് കോളേജ് സ്കൂളിൽ നിന്നൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കുട്ടികൾ റെഗുലറായിട്ട് വരുന്നവരാണ് കൂടുതൽ. അന്ന് തന്നെ വീണ്ടും വരിക. അപ്പോൾ ശരി ചേട്ടാ, താങ്ക് യു. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മറ്റൊരു ഡെസ്റ്റിനേഷനിലോട്ടാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു കഫേയാണ്. പുതിയ തലമുറകളിൽ കൂടുതൽ ആൾക്കാരും ഇപ്പോൾ ഇതുപോലെയുള്ള കഫേകളാണ് ചൂസ് ചെയ്യുന്നത്. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സറൗണ്ടിങ്സ് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ. കാരണം പുതിയ തലമുറ ഫൈനാൻഷ്യൽ ഫ്രീഡം ഉള്ളവരായതുകൊണ്ട് തന്നെ ഏതൊരു സ്ഥിതി കണ്ടാലും അവർ പുതിയ ട്രെൻഡിനോടൊപ്പം എസ്തെറ്റിക്സ് എന്ന് നമുക്ക് പറയാം. സോ പുതിയ എസ്തെറ്റിക്സ്, അവർക്ക് കിട്ടുന്ന വൈബ് മാച്ച്, അതൊക്കെ നോക്കിയിട്ടാണ് പുതിയ തലമുറകൾ ഇപ്പോൾ ഫുഡ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ഇത്തരം കഫേകളിലായിട്ടാണ് അവരുടെ ഫുഡിന് വേണ്ടി എത്തിച്ചേരുന്നത്. നിലവിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തിരക്കൊന്നും കാണാനായിട്ടില്ല. കാരണം സമയം ഏകദേശം 1:30 ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കൂടുതലും ഈവനിങ്ങിലായിരിക്കും ആളുകൾ ഉണ്ടാവുക. അതും കൂടുതലും നമ്മുടെ പുതിയ തലമുറ യൂത്ത് തന്നെയായിരിക്കും ഇവിടെ കൂടുതലും ഗസ്റ്റായിട്ട് അല്ലെങ്കിൽ കസ്റ്റമറായിട്ട് നമുക്ക് ഈ സ്ഥലത്ത് കിട്ടുന്നത്. Now let's talk about the consequences of this change. കാരണം നാടൻ ഭക്ഷണത്തിൽ നിന്ന് ഫാസ്റ്റ് ഫുഡിലോട്ട് നീങ്ങുമ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ പലരിലും നമുക്ക് കാണാവുന്നതാണ്. ആസ് എ കോളേജ് സ്റ്റുഡൻറ്റ്, ഞാൻ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയ സ്ഥിതിക്ക് തന്നെ പറയുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു വിദ്യാർത്ഥിയെങ്കിലും എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഇഷ്യൂ കാരണം ലീവ് എടുക്കാറുണ്ട്. അത് ആക്ച്വലി അവരെ കുറ്റം പറഞ്ഞിട്ടല്ല കാര്യം. കാരണം അവർക്ക് ആവശ്യമായ ഫുഡ് ഹോസ്റ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാത്ത സ്ഥിതി വരുമ്പോഴാണ് അവർ പുറത്തത്തെ ഫുഡ് അവർ പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ആ പ്രിഫർ ചെയ്യുമ്പോൾ അവർ വരുന്ന ഡെസ്റ്റിനേഷൻ ഇതേമാതിരി ട്രെൻഡ് ആൻഡ് വൈബുമായിട്ട് ഇത്തരം കഫേകളിലാണ്. ആൻഡ് ഏതൊരു ഫുഡ് പോലും സ്ഥിരമായിട്ടാണെങ്കിലും പുറത്തുനിന്നൊരു ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന സാധാരണ പ്രശ്നങ്ങളാണ് ഇന്നത്തെ സമൂഹത്തിന് കൂടുതലും ബാധിച്ചിരിക്കുന്നത്. ആൻഡ് ഇതിനെങ്ങനെ നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരാം? കൂടുതൽ പേർക്കും വീട്ടിൽ നിന്നുള്ള ഹെൽത്തി ആയി ഫുഡ് തന്നെ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ there should be facilities for cook in colleges and hostels. അതേമാതിരി ഓരോ വിദ്യാർത്ഥിക്കും അവർക്ക് ആവശ്യമായ ഫുഡ് അവരുടെ ദൈനംദിന എല്ലാ ദിവസവും അവർക്ക് ആവശ്യമുള്ള ഫുഡെങ്കിലും കുക്ക് ചെയ്യാനുള്ള സൗകര്യം, അതേമാതിരി ഹോംലി മീൽസ് ലഭിക്കാനുള്ള സൗകര്യം പ്രൊവൈഡ് ചെയ്യുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ മാർഗം വരുന്നത്. കൂടുതൽ പേരും വീടുകളിൽ നിന്ന് മാറി താമസിക്കുന്നവരാണ്. അവരാണ് ഇത്തരം പുറത്തുനിന്നുള്ള ഭക്ഷണം പ്രിഫർ ചെയ്യുന്നത്. അതുതന്നെ ഇപ്പോൾ ഇത്തരം കഫേകളുടെ കാര്യമായാലും അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തട്ടുകടകളുടെ കാര്യമായാലും ഏജ് ഡിഫറൻസ് മാത്രമാണ് വരുന്നത്. കൂടുതൽ പേരും ഇത്തരം ഭക്ഷണം ചൂസ് ചെയ്യാനുള്ള കാരണം ദേ ഡു നോട്ട് ഹാവ് ദ ഫെസിലിറ്റി. അവർക്ക് കുക്ക് ചെയ്യാനോ അവർക്ക് ഹോംലി മീൽസ് കിട്ടാനോ ഉള്ള ഫെസിലിറ്റി ഇല്ല എന്നുള്ളത് തന്നെയാണ്.
അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മാറി വരുന്ന ഭക്ഷണ രീതികളെക്കുറിച്ചും ആരോഗ്യവും സംസ്കാരത്തെക്കുറിച്ചും കേരളത്തിൻ്റെ പുതിയ ഭക്ഷണ രീതികളെക്കുറിച്ചൊക്കെ പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.